കണ്ണൂർ പുതിയ തെരുവിൽ വിവസ്ത്രനായി വീട്ടുപരിസരത്ത് യുവാവിന്റെ പരാക്രമം. പുതിയ തെരുവ് സ്വദേശി ശ്രീജയുടെ വീട്ടിലാണ് യുവാവിന്റെ പരാക്രമം ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീജ വളപട്ടണം പോലീസിൽ പരാതി നൽകി. പുതിയ തെരുവ് ടൗണിന് സമീപത്തെ വീട്ടിലാണ് രാത്രി അജ്ഞാതനെത്തിയത്. വീടിന് മുന്നിലെത്തിയതിന് പിന്നാലെ ഇയാൾ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി വീടിന് ചുറ്റും നടന്നു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ശ്രീജയ്ക്ക് നേരെ ഇയാൾ കല്ലെറിയാൻ ശ്രമിച്ചു. ഭയന്നകത്തു കയറിയ ശ്രീജ CCTV പരിശോധിച്ചപ്പോഴാണ് യുവാവിനെ കണ്ടത്. വസ്ത്രമൊന്നുമില്ലാണ്ട് ക്യാമറയിൽ ഒരു 2-3 പ്രാവശ്യം അവിടെ കയറി വാതിൽ നോക്കി ഇവിടെ, പിന്നെ ഇതിലെ ചുറ്റോടും നടന്നു, പിന്നെ ആടുന്ന് ജനലിൻ്റെ അടുത്ത് നോക്കി, പിന്നെ ഞാൻ ചെയർ കൊണ്ടിട്ട് അവിടെ പിന്നെ വർക്ക് ഏരിയയിൽ ഡ്രില്ലിൻ്റെ അടുത്ത് വെച്ചിട്ട് കയറേണ്ട പ്ലാനാണ്. പക്ഷേ ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് ആ ചെയറും കൊണ്ട് ഇങ്ങനെ മണങ്ങി പോയിട്ട് എവിടെയാ ഒളിച്ചെന്നറിയില്ല. ഒരു കുപ്പി ജ്യൂസും തോർത്തും ഇഷ്ടിക എന്നിവ ഇയാൾ കൊണ്ടുവന്നു. മുറ്റത്ത് മലമൂത്ര വിസർജനം നടത്തി. രാത്രി ഒരു 11:30 മണിയായിട്ടുണ്ടാവും. മോൻ വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിയതാണ്. അപ്പോൾ ഈ ജനലിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നേല് പോകുന്ന കണ്ടപ്പോൾ ഇതിൻ്റെ ഗ്രിൽസ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു വാതിൽ. അപ്പോൾ ഞാനത് വിചാരിച്ച് ഞാൻ അടിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് എത്തി നോക്കിയപ്പോൾ ആരും അങ്ങോട്ടൊന്നും എന്തോ എടുത്തെറിഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ അകത്ത് പോയി മോനോട് പറഞ്ഞ് ആരും ഉണ്ട് പുറത്തുനിന്ന്. അപ്പോൾ മോൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് അമ്മ ആരോ ഉണ്ട് പുറത്ത് നിൽക്കുന്ന ഉടുതുണിയൊന്നും ഇടാണ്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് കസേര എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് ടെറസിന്റെ മുകളിലേക്ക് കയറാൻ നോക്കി. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി. എന്നാൽ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 3 മണിയോടെ യുവാവ് വീണ്ടും എത്തി. നാട്ടുകാർ സംഘടിച്ചെങ്കിലും ഇയാൾ ഇരുട്ടിൽ മറഞ്ഞു. ഇതോടെ ജനങ്ങൾ ആശങ്കയിലായി. സംഭവത്തിൽ കൂടുതൽ പരിശോധന നടത്തുന്നതായി വളപട്ടണം പോലീസ് അറിയിച്ചു. ജനം, കണ്ണൂർ.